ഹാത്തിര സരസ്വതുണ്ട് ഈ കാലാവസ്ഥാ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഹാത്തിര, ഗുഡ് മോർണിംഗ്. കാലാവസ്ഥാ വിശേഷങ്ങൾക്ക് തൊട്ട് മുൻപ് ഇന്ന് വിദ്യാരംഭ ദിവസമാണ്. എന്താണ് ഒരു വിദ്യാരംഭ ഓർമ്മ? സിഡോ, ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയിലില്ല. പക്ഷേ ഒരു രസകരമായൊരു സംഭവം എന്ന് വെച്ചാൽ അമ്മ അനിയത്തിയൊക്കെ പറയാറുള്ളതാ. എൻ്റെ അനിയത്തിക്ക് ഈ എഴുത്തിനിരുത്തിയത് ഞാനാണെന്ന് പറയും. എനിക്ക് വളരെ കുഞ്ഞാണ്, ഞങ്ങൾ തമ്മിൽ 1.5-2 വയസ്സിന് ഉള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. എന്തിനായിരുന്നു ആ ഒരു ക്രൂരത? മാറി നിന്നൂടായിരുന്നോ? എന്തോ അല്ല, എന്തിനായിരുന്നു ആ ഒരു ക്രൂരത ആ കുട്ടിയോട് കാണിച്ചതെന്ന്? അതെ, അവന് ചോറ് കൊടുത്തത് ഞാനാണെന്ന് പറയും. അതുകൊണ്ട് എന്നെ അവൾ ഇപ്പൊ പറയുന്നത് എൻ്റെ മകൾക്ക് എഴുത്തിനിരുത്തുന്നത് അവളായിരിക്കും, പ്രതികാരം തീർക്കും, അങ്ങനെയൊക്കെയാണ് പറയാറ്. അത് മാത്രമാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ എഴുത്തിനിരുന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ടോ? ശരി, നമുക്ക് മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രഷറെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് മഴ മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാത്ത ഒരു ദിവസം തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ശാന്തമായ ഒരു കാലാവസ്ഥയാണ്. മാപ്പ് പരിശോധിച്ചാൽ വ്യക്തവുമാണ്. അപ്പോൾ ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലെങ്കിലും സംസ്ഥാനത്ത് നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനി തുലാവർഷ മഴ പെയ്യുന്ന കാലമാണ് സംസ്ഥാനത്ത്. കനത്ത മഴയോടൊപ്പം ഇടിയും മിന്നലുമൊക്കെയായി ഇനി വരാനിരിക്കുന്നത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഈ കാലയളവിൽ മഴ ലഭിക്കും. എന്നാൽ ഒക്ടോബറിലായിരിക്കും മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുക. ഇടിമിന്നൽ സജീവമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മുൻകരുതലുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ നിർത്തിയിട്ടിരിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ഗൃഹോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക. ഇനി താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് 32 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാം എന്നുള്ളതാണ്. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അത് 31 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ഉയരും. എന്തായാലും മഴയൊന്നുമില്ല. തുലാവർഷം വരാൻ പോകുന്നു. കാലവർഷം ഔദ്യോഗികമായി വിടവാങ്ങിയെങ്കിലും ഒക്ടോബർ 15 ആയിരിക്കും പൂർണ്ണമായും വിടവാങ്ങുക. സേതു, ഇനി സേതുവിലേക്ക്. ഓക്കെ, ശരി.